ഇവിടെ ഇതുകൊണ്ട് വെച്ചത് സാധനം എന്തോരം ചപ്പും ചവറും അതിനകത്ത് അതൊക്കെ ഇടയ്ക്കൊന്ന് വൃത്തിയാക്കാൻ ഒറ്റ ഒരുത്തൻ ഹെൽപ്പ് ചെയ്യത്തില്ല. എന്തോ പറ്റി തപ്പണത്? ഒന്നുമില്ലടാ. അല്ല അടിത്തള ഇളക്കിയുള്ളൊരു തപ്പലായിട്ടെന്ന് തോന്നുന്നു. എടാ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അന്താ പറ്റി ഒരു പോലീസുകാരന് തപ്പിത്തരാൻ പറ്റാത്ത കാര്യമുണ്ടോ? തുറന്നു പറ. എനിക്ക് തപ്പിത്തരാൻ പറ്റത്തില്ല, ഞാൻ തന്നെ തപ്പണം. എനിക്ക് തപ്പാൻ പറ്റാതായിട്ടേ ഈ ഭൂമി മലയാളത്തിൽ ഒന്നേ ഉള്ളൂ. എന്താടാ? അവനെന്റെ ഭാര്യയുടെ മനസ്സ്. അതെന്താ ഇത്ര നാളായിട്ട് നീ പൈങ്കിളിയുടെ മനസ്സ് കണ്ടിട്ടില്ലേ? അവളെ മനസ്സെന്ന് പറഞ്ഞാൽ അടുക്കും തോറും അകലം കൂടുന്ന ഒരു വലിയ മരുഭൂമി. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ മനസ്സങ്ങനെ മരുഭൂമിയൊന്നുമല്ല. നല്ല ഇളങ്കാറ്റ് വീശുന്ന നല്ല കായൽക്കരയിലെ കാറ്റ് പോലത്തെ മനസ്സാ അവളുടെ. ആ കായലിലെ ഇളങ്കാറ്റ് അപ്പച്ചി കൊണ്ടിട്ടില്ലല്ലോ, ഞാനല്ലേ കൊണ്ടിട്ടുള്ളൂ. എനിക്കറിയാം. എൻ്റെ സമയം എനിക്കടുത്തൊന്ന് പോവാടാ ചെറുക്ക. അല്ല അപ്പച്ചി എന്തോ തപ്പണെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് നോക്കി തരായിരുന്നു. വേണ്ട നിന്റെ സഹായം. അല്ല എന്താണെന്ന് പറഞ്ഞാലേ. എന്റെ ലൈസൻസ് ആടാ ഞാൻ തപ്പുന്നേ. ലൈസൻസാ? എന്തിന്? വണ്ടി ഓടിക്കാൻ പോടാ. എന്താടാ ഞാൻ വണ്ടി ഓടിച്ചാൽ ഓടുകയല്ലേ? ഓടും. അല്ല എന്നാൽ ഈ ലൈസൻസിന്റെ തൊര പെട്ടെന്ന് ഇപ്പൊ അവിടെ നിന്ന് അറിയാൻ വേണ്ടി അതൊന്ന് ലൈസൻസ് ഒന്ന് പുതുക്കി എടുക്കാനായിരുന്നു. പുതുക്കിയെടുത്ത് വീണ്ടും അലമാരക്കകത്ത് പൂട്ടണം. അലമാരിക്കകത്ത് ഞാൻ എടുത്ത് പൂട്ടാനോ? അതെന്താടാ അലമാരിക്കകത്ത് ഞാൻ ഇതിനെ പൂട്ടി വെക്കുന്നത്? ഞാൻ മാന്യമായിട്ട് പോയി സെക്കൻഡ് ഹാൻഡ് കാർ അങ്ങ് വാങ്ങിക്കും. അപ്പച്ചി എവിടെ പോകാൻ കാറില്? ഞാൻ ചന്ദ്രനിലോട്ട് പോകാൻ പോകുന്നു. വരുന്നോ നീയും കൂടെ? അല്ല ഞാൻ ഇതൊക്കെ ചോദിക്കണത് ഇതൊന്നും മാമ സമ്മതിക്കൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ. ആർക്ക് വേണോടാ നിന്റെ മാമന്റെ സമ്മതം? മാമന്റെ സമ്മതം അല്ല ഇപ്പൊ കാണാത്ത സ്ഥിതിക്കാ അപ്പച്ചി. കളഞ്ഞല്ലോ, പോയി കാണൂ. കല്യാണം കഴിഞ്ഞ സമയത്ത് പെട്ടിക്കകത്ത് കയറിയതാടാ എന്റെ ലൈസൻസ്. പിന്നെ അത് പുറംലോകം കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിലേ അപ്പച്ചി ഈ മാമന്റെ പെട്ടിക്കകത്ത് കാണൂ. എടാ ചിലപ്പോ അങ്ങേരുടെ പെട്ടിക്കകത്ത് കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പെട്ടിക്കകത്തുണ്ടെങ്കിലേ മാമൻ തുറക്കാൻ സമ്മതിക്കുമോ? എടാ അതാടാ പ്രശ്നം. ഇനി ഞാൻ തുറക്കാൻ പറഞ്ഞാൽ തന്നെ ഒരു 100 ചോദ്യം എന്നോട് ചോദിക്കും. ഇതെന്തിനാ എന്നൊക്കെ ചോദിച്ചോണ്ട്. എന്തായാലും അപ്പച്ചി ചോദിക്കണം. ഇനി അഥവാ തുറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് കോടതി പോകാൻ തരാൻ മൂവ് ചെയ്യാം. കോടതി പേപ്പർ തന്ന മാമനെ തുറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിടേണ്ട കാര്യമില്ലത്. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിനക്ക്? മറന്നേ ഒരു ഐഡിയയും കൊണ്ട് വന്നേക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിലോട്ട് വിളിക്കും, അങ്ങോട്ട് വന്നേക്കണം. മക്കളെ ഇതിനകത്ത് എന്തെങ്കിലും കുത്തിക്കയറ്റിയ? ഇല്ല അപ്പൂപ്പ. അല്ല കളിച്ചോണ്ടെന്ന് അറിയാതെ എന്തെങ്കിലും കുത്തിക്കയറ്റിയ? ഇല്ല, പക്ഷെ സുമേഷ് മാമൻ കുത്തിക്കയറ്റിയ? ഇല്ല, പക്ഷേ സുമേഷ് മാമൻ കുത്തിക്കയറ്റിയെന്നേ പറയാൻ വേണ്ടി വന്നതാ. വല്ലതും ചെയ്തെന്ന് പറയാൻ. സുമേഷ് മാമൻ വല്ലതും ചെയ്തത് മക്കൾ കണ്ടായിരുന്നോ? സുമേഷ് മാമൻ വല്ലതും ചെയ്യണത് മക്കൾ കണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ ഇതിന്റെ അടുത്ത് വന്ന് ഫോൺ വിളിക്കണുണ്ട്. സുമേഷാ? സുമേഷ് ഈ ചെറുക്കന്റെ ഒരു കാര്യം നോക്കണേ. നിങ്ങൾ എന്തിനാ മനുഷ്യ കിടന്ന് ദേഷ്യപ്പെടുന്നേ? നീ പോയ അവിടുന്ന്. അപ്പൂപ്പന്റെ പെട്ടി തുറക്കാൻ പറ്റുന്നില്ല എന്ന്. അയ്യോ ഈ പെട്ടി തുറക്കാൻ പറ്റുന്നില്ലേ? എന്റെ പെട്ടി തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്തിനു ചട്ടിയത്? അല്ലേ എനിക്ക് ഈ പെട്ടി കൊണ്ടൊരു ആവശ്യമുണ്ട്. നീ ഇതിനകത്ത് വല്ല കുത്തിക്കയറ്റിയ? എന്റെ പൊന്നെ മനുഷ്യ, ഞാൻ ഇതിനകത്തൊന്നും കുത്തി കയറ്റിയിട്ടില്ല. പിന്നെ എന്റെ പെട്ടി തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ഇത്ര ഞെട്ടിയത്? എനിക്ക് ലൈസൻസ് എടുക്കണം. നിനക്ക് ലൈസൻസ് ഉണ്ടല്ലോ? എനിക്ക് ലൈസൻസ് ഉണ്ട്, അത് എടുക്കണം എന്നാ ഞാൻ പറഞ്ഞേ. ചേട്ടാ നിനക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനകത്ത് വീണ്ടും എടുക്കുന്നേ? എന്റെ പൊന്നു മനുഷ്യ, അത് ഈ പെട്ടിക്കകത്താ എന്റെ ലൈസൻസ് ഇരിക്കുന്നേ, അത് എടുക്കണമെന്നാ. എന്റെ പെട്ടിക്കകത്ത് എങ്ങനെ നിന്റെ ലൈസൻസ് വന്നത്? അപ്പൂപ്പ ലൈസൻസ് അല്ലേ, ചിലപ്പോ ഡ്രൈവ് ചെയ്ത് വന്നായിരിക്കും. ഒന്ന് ചുമ്മായിരടേ. നിങ്ങളൊന്ന് തുറന്നേ വേഗം. തുറക്കാൻ പറ്റുന്നില്ല, ഇതിനകത്ത് എന്തോ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ആരോ. നിങ്ങൾ ഇങ്ങ് തന്നേ, തുറക്കാൻ മേലുന്നു. ഒരു പെട്ടി തുറക്കാനാണോ ഇത്ര പാട്? ഇതാ ഇവിടെ തിരിച്ചു വെക്കും. പതുക്കെ പൊട്ടിപ്പോവത്. എന്റെ ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ളത്. ഇതെന്താ മനുഷ്യന്റെ സ്വർണ്ണ പെട്ടിയാണോ പതുക്കെ പതുക്കെ എന്ന് പറയാൻ? അത് പൊട്ടിപ്പോലെ. ഈ പെട്ടി ഉള്ളതാണ് നീയൊക്കെ കഞ്ഞി കുടിച്ചോണം, അത് ഓർമ്മ വേണം. ഞങ്ങളൊക്കെ വായും കൈയും കൊണ്ടാ കഞ്ഞി കുടിക്കുന്നത്, അല്ല നിങ്ങളുടെ ഈ പെട്ടി കൊണ്ടൊന്നുമല്ല. പെട്ടി കുറെ കാലം. അയ്യോ അത് വളച്ച്. ഇനി ഞാനിതെങ്ങനെ തുറക്കും? അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയാ പോരെ? ഞാൻ ഉത്തമനോട് പറയാം. ഉത്തമ വേണ്ട 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 വേണ്ട, ഉത്തമനെ വിളിക്കുന്നു വേണ്ട, ഞാൻ കൊണ്ടുപോയി ശരിയാക്കിക്കോളാം. അയ്യ ചെയ്യുന്ന ഒരാള്. നിങ്ങളുടെ പിശുക്ക് കാരണം നിങ്ങൾ ഈ കീയും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും കൊണ്ട് കൊടുക്കാൻ പോകുന്നില്ല. അവൻ ചെയ്തോളും. ഉത്തമ അവനെ വിളിക്കണ്ട, എനിക്ക് ഈ കാര്യത്തിൽ അവനെ തീരെ വിശ്വാസമില്ല. നിങ്ങളെ കീ ആന്നേ, ആ കീ താ മനുഷ്യ. എനിക്ക് നിങ്ങളെ ഇക്കാര്യത്തിൽ ഒരു വിശ്വാസമില്ല. ഞാൻ ഉത്തമനോട് പറഞ്ഞോളാം. ഉത്തമ ഉത്തമ മക്കളെ സത്യം പറ, അപ്പൊ ദേഷ്യപ്പെടൊന്നുമില്ല. മക്കൾ എന്തോ ചെയ്ത് പെട്ടിയില്? ഒന്നും ചെയ്തില്ല അപ്പൂപ്പ. അപ്പൊ വഴക്കുറയില്ലടാ. ഇല്ലയോ, ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ എന്റെ പെട്ടി എങ്ങനെടാ പിന്നെ തുറക്കാൻ പറ്റാതായത്? ഇതിന്റെ അകത്തെല്ലാം പോയി കാണോ അപ്പൂപ്പന്റെ വലിയ സാധനം? അപ്പൂപ്പന്റെ സാധനങ്ങൾ മൊത്തം ഈ പെട്ടിക്കകത്താടാ മക്കളെ, അതല്ല അപ്പൂപ്പന് ഇത്ര ടെൻഷൻ. ഭൂതം വല്ലതും പോയാ? ഭൂതം